അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ഗുരുതരമായ ഒരു ആരോപണം എന്ന് പറയുന്നത് എം.ആർ. അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയെ കണ്ടു, RSSന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു, തൃശൂർ പൂരമടക്കമുള്ള ഇടങ്ങളിലുണ്ടായ വീഴ്ചയൊക്കെ RSSന് വേണ്ടിയിട്ടാണ്, ADGPയെ സർക്കാർ സംരക്ഷിക്കുന്നത് RSSന് വേണ്ടിയാണ് തുടങ്ങിയ വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഇന്ന് ഉന്നയിക്കുന്നത്. BJPക്ക് ഇനിയിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഒരു വശത്ത് നിൽക്കുന്നു. ഇത്രയും വലിയ ആരോപണം ഭരണപക്ഷത്തുള്ള ഒരു MLA ഭാഗത്തു നിന്നുണ്ടായിട്ട് വലിയ പ്രതിഷേധങ്ങളില്ലാതെ, വലിയ ആഞ്ഞടിക്കലുകളില്ലാതെ BJP നിൽക്കുന്നത് ഈ കളിയിൽ പേരെടുത്തു പറയാത്തൊരു ലാഭമുള്ളത് കൊണ്ടാണോ? എനിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ സംഭാഷണത്തെ പരമപുച്ഛത്തോടെയാണ് ഞാൻ കാണുന്നത്. കാരണം ഈ എല്ലാ നേതാക്കന്മാരെക്കാട്ടിലും എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ കഴിഞ്ഞാൽ ADGPക്ക് ഏറ്റവും സ്വന്തമായിട്ടുള്ള ആൾ വി ഡി സതീശനാണ്. വി ഡി സതീശൻ്റെയും വേണുഗോപാലിൻ്റെയും കേസുകൾ, അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിൻ്റെയൊക്കെ കേസുകൾ ADGP ആയിരുന്നല്ലോ നോക്കിയത്. അതിലൊരു കാര്യം അൻവർ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ വി ഡി സതീശനും ADGPയും തമ്മിൽ നല്ല ബന്ധമല്ലേ? വി ഡി സതീശനുമായി ബന്ധപ്പെട്ട കേസ് ADGP അല്ലേ നോക്കിയത്? അപ്പോൾ അപ്പോഴും ഈ ബന്ധം ഈ രീതിയിലായിരുന്നോ, ഇവർ പറയുന്ന രീതിയിലായിട്ടുള്ളതാ? അതുകൊണ്ടാണോ ആ കേസ് ആ രീതിയിലായത്? ADGPക്ക് ആർക്കൊക്കെ ബന്ധമുണ്ട്, ആരോടൊക്കെ ബന്ധമുണ്ട് എന്നൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വിഷയമല്ല. തൃശ്ശൂർ പൂരത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തു, ഞങ്ങൾ ജയിച്ചു. അതിൽ BJP ജയിച്ചപ്പോൾ തലേ ദിവസം വരെ BJP തോൽക്കുമെന്ന് പറഞ്ഞ മാധ്യമങ്ങളുണ്ടായിരുന്നു. വോട്ടെണ്ണുന്നതുവരെ മുരളീധരൻ ജയിക്കുമെന്ന് പ്രഖ്യാപിച്ച നേതാക്കന്മാരുണ്ടായിരുന്നു, വി ഡി സതീശനടക്കം. വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറപ്പായും ജയിക്കും എന്ന് പ്രഖ്യാപിച്ച സുനിൽകുമാർ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ BJP അവിടെ ജയിച്ചതിൻ്റെ പേരിൽ ഒരു സ്ഥലകാല വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർ പിച്ചും പേയും പറയുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ, ഒരു സിമ്പിൾ ചോദ്യം. പൂരത്തിൻ്റെ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഈ രീതിയിലൊരു കാര്യങ്ങളുണ്ടായാൽ ഇവരൊരു പരാതി കൊടുക്കണ്ടേ? ഇവരിതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തണ്ടേ? ഞങ്ങൾ പറയുന്നു പോലീസ് ഇടതുപക്ഷവും ചേർന്ന്, ഞാനിന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, സുനിൽകുമാർ 2016 അന്ന് ഞാൻ നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയമാണ്. എൻ്റെ ഓപ്പണൻ്റായിട്ട് മത്സരിച്ചത് സുനിൽകുമാറാണ്. പത്മജ വേണുഗോപാലും സുനിൽകുമാറുമായിരുന്നു. അന്ന് സുനിൽകുമാർ ഇടതുപക്ഷ നേതാവായതുകൊണ്ട് പാറമേക്കാവ് ക്ഷേത്രത്തിൽ കൊടിയുയർത്തുന്ന സമയത്ത് ക്ഷേത്രത്തിൽ കയറാതെ വരാന്തയിൽ, അതായത് ക്ഷേത്രത്തിൻ്റെ പുറത്ത് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തെ തോളിൽ തട്ടി വാ എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയത് ഞാനാണ്. അതിനുശേഷം നിർഭാഗ്യവശാൽ അവിടെ ഈ കരിമരുന്നും എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. ആ വിഷയത്തിൽ നിർഭാഗ്യവശാൽ ഹിന്ദു മുന്നണിയുടെയോ മറ്റോ ഒരു നേതാവ് കരിമരുന്നും വേണ്ട അമ്പലങ്ങളിൽ എന്ന് പ്രഖ്യാപിച്ചു. അതുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, വ്യാപകമായിട്ടുള്ള എതിർപ്പുകൾ ബോധപൂർവം ഉണ്ടാക്കിയ ആളാണ് ഈ സുനിൽകുമാർ. അങ്ങനെയാണ് പൂരത്തിൻ്റെ രക്ഷകനായി 2016 അയാൾ ജയിക്കുന്നത്. അല്ലാതെ ജയിക്കാനൊരു സാധ്യതയുണ്ടായിരുന്നില്ല. 2016 അതേ തന്ത്രം 2024 എടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതുകൊണ്ട് അന്ന് രാവിലെ, പൂരത്തിൻ്റെ അന്ന് രാവിലെ, ഞങ്ങൾ വളരെ കോഷ്യസ് ആയിരുന്നു. പൂരത്തിൻ്റെ അന്ന് രാവിലെ ഈ സുനിൽകുമാറും അതുപോലെ പൂരത്തിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള സുനിൽകുമാറിൻ്റെ സ്വന്തം ആൾ റവന്യൂ മന്ത്രി രാജനും അവിടെ പോലീസുമായി തർക്കമുണ്ടാക്കി. അതിനുശേഷം അന്നത്തെ മുഴുവൻ പരിപാടിയിലും കുടമാറ്റത്തിലാണ് പല ആളുകളും വിമർശിക്കപ്പെടുന്ന രീതിയിൽ അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ മാതൃകയിലുള്ള കുടകളൊക്കെ ഉയർന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു. അങ്ങനെ അന്ന് പകലും അതുപോലെ രാത്രിയും ഇടതുപക്ഷവുമായി ബന്ധപ്പെടുന്ന സുനിൽകുമാറിൻ്റെ ആളുകളുമായി ബന്ധപ്പെടുന്നവരുമായിട്ട് ബോധപൂർവമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായി. അന്ന് രാത്രി ആണ് ഈ സംഭവം നടക്കുന്നത്, പോലീസ് ലാത്തിചാർജ് നടക്കുന്നത്, പോലീസിൻ്റെ വിഷയമുണ്ടാവുന്നത്.
സുനിൽകുമാർ കൃത്യസമയത്ത് വരാൻ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിരുന്നു. പക്ഷെ എന്തോ അയാൾ ഉറങ്ങിപ്പോയി. ഞാൻ അയാളോട് ചോദിച്ചു, കാരണം എൻ്റെ അടുത്ത സുഹൃത്താണ്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. അങ്ങനെ തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം നമ്മുടെ വിഷയമല്ലാതിരുന്നത് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നു, നോക്കൂ, മെയ് 20 മുതൽ 22 വരെ തൃശ്ശൂരിൽ നടന്ന RSS പരിപാടിക്കിടെയാണ് കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് അജിത് കുമാർ ചെന്നത്. ഹയാത്ത് ഹോട്ടലിൽ ഔദ്യോഗിക വാഹനം ഇട്ടതിന് ശേഷം ഹോട്ടലിലെ വാഹനത്തിൽ ആണ് കൂടിക്കാഴ്ചയ്ക്ക് പോയത്. പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ചാണ് RSSന്റെ ക്യാമ്പ് നടന്നത്. അവിടെ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഇതൊക്കെ അദ്ദേഹത്തിന് ഒരു ബോധ്യവുമില്ലാതെ പറയാൻ കഴിയുമോ? ഞാനൊരു കാര്യം ചോദിക്കണമെന്ന്, എന്താ RSS നിരോധിക്കപ്പെട്ട സംഘടനയാണോ? ഇങ്ങനൊരു കൂടിക്കാഴ്ച നടന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇനി നടന്നിട്ടുണ്ടെങ്കിൽ ADGPക്ക് ഇങ്ങനൊരു കൂടിക്കാഴ്ച നടത്താൻ പാടില്ല എന്നുണ്ടോ? RSS എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും. എനിക്കറിയില്ല, ഞാനറിയില്ല. നിങ്ങൾ കൃത്യമായി പറഞ്ഞാൽ അത് അയാൾക്ക് ADGPക്ക് കാണാൻ എന്താ വിഷമം? അങ്ങനെ ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് പോയത് എന്നുള്ളതാണ് ആരോപണം. ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടന്നു എന്നുള്ളതല്ല, മുഖ്യമന്ത്രിയുടെ ദൂതനായി പോയി എന്നുള്ളതായിരുന്നു ആരോപണം. ഇതിനു മുമ്പ് ബഹ്റയ്ക്കെതിരെ സമാനമായിട്ടുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ടോ? ആ കൂടിക്കാഴ്ചയ്ക്ക് കാരണം അതാണോ എന്ന ചോദ്യമാണ് ഉയർന്നത്. അതാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തള്ളിക്കളയുകയും ചെയ്തത്. അല്ല, അത് അങ്ങനെ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ദൂതനായി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് കൊണ്ടുവരേണ്ടത് VD സതീശനാപ്പ, ഞാനല്ല. ശരി, ഓക്കെ. അതിന്റെ ദൂതനായി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് കൊണ്ടുവരേണ്ടത് അയാളാണ്, ഞാനല്ല. എനിക്കൊരു ഒറ്റ വാക്ക് പറഞ്ഞ് മാത്രം ഞാൻ അവസാനിപ്പിക്കാം. വേറൊന്നുമല്ല ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞ എലിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം, അതൊന്നും നിർത്തിക്കോട്ടെ, അതൊന്നും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാരണം പൂരത്തിന്റെ വിഷയം നിങ്ങൾ ചോദിച്ചത് കൊണ്ട് പൂരത്തിന്റെ വിഷയം പറഞ്ഞു, അതിന് യാതൊരു ബന്ധവുമില്ല. പക്ഷേ എലിയെ ചൂടാൻ അല്ലെങ്കിൽ എലിയെ പേടിച്ച് മാർക്സിസ്റ്റ് പാർട്ടി എന്ന ഇല്ലം സ്വയം ചുടുമോ എന്ന് പലർക്കും സംശയമുണ്ട്. ആ സംശയത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. പക്ഷേ ഇന്ന് അൻവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അൻവർ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ശൂന്യാകാശത്ത് മാത്രമേ ഉണ്ടാവൂ. കാരണമുണ്ട്. ആ ഒരൊറ്റ കാരണം പറഞ്ഞ് ഞാൻ നിർത്താം. SP-യെയും ADGP-യെയും പൂട്ടാനുള്ള താക്കോല് അൻവറിൻ്റെ കയ്യിലുണ്ട്. എന്നാൽ അൻവറെ പൂട്ടാനുള്ള താക്കോലോ പിണറായിയുടെ കയ്യിലുണ്ട്. എന്നാൽ പിണറായിയുടെ മകളുടെയും പൂട്ടാനുള്ള താക്കോൽ ആരുടെയിലുണ്ട്? ADGP-യുടെ കയ്യിലുണ്ട്. ഇവരെ ഒക്കെ പൂട്ടാനുള്ള താക്കോൽ ആരുടെയിലുണ്ട്? ശശിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തൽക്കാലം ആരെയും പൂട്ടണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആരോപണം അങ്ങനെ ശൂന്യാകാശത്ത് നിൽക്കാനാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാവും, ഒരു മാറ്റം ഉണ്ടാവില്ല.